ഹലോ ഡിയേഴ്സ്. അപ്പം മെയ് 26 ഉച്ചക്ക് 3 മണിക്കാണ് നമ്മുടെ പ്ലസ് ടുവിന്റെ റിസൾട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ പലരും ചോദിക്കുന്ന കാര്യമാണ് പ്ലസ് ടുവിലെ ഡബിൾ വാല്യൂഷൻ അല്ലേ, അതുകൊണ്ട് മാർക്ക് കുറയില്ലേ എന്നുള്ള ഒരു കാര്യം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഡബിൾ വാല്യൂഷന് ആക്ച്വലി മാർക്ക് കുറയുമോ? എന്തായാലും നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ അതിനോട്ട് പോകുന്നതിന് മുന്നേ നോക്കൂ, നിങ്ങൾ ഇനിയിപ്പോ പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നു, എത്ര മാർക്ക് കുറവാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, പേടിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട. കാരണം അതിനകത്ത് 6 മാർക്ക് പ്ലസ് ടു ഫെയിലായി വന്നവർക്ക് നമ്മുടെ ബാച്ചിൽ സേ ബാച്ചിൽ കണ്ടോ, പിന്നീട് പ്ലസ് ടുവിൽ 32 മാർക്ക് കിട്ടിയത്. അതുപോലെ 5 7 കണ്ടായിരുന്നു, പിന്നെ കണ്ടോ 28 മാർക്ക് കിട്ടിയത്. 6 മാർക്കുമായിട്ട് പ്ലസ് ടു ഫെയിൽ ആയിട്ട് അട്ടപ്പടലം കുട്ടി വന്നിട്ട് കണ്ടോ 27 മാർക്ക്. ഇവരെ നോക്കണം നിങ്ങൾ, ഫിസിക്സ് 2 സബ്ജക്റ്റ് ഒക്കെ ഫെയിൽ ആയവര്, ചിലർ 2 3 4 സബ്ജക്റ്റ് ഒക്കെ ഫെയിൽ ആയവര്. അതിനകത്ത് 5 മാർക്കുമായി വന്നിട്ട് 24 മാർക്കിലോട്ട് 9 31 16 കണ്ടോ ഫെയിലായി, പ്ലസ് 1 ഫെയിലായി. പ്ലസ് ടു പാസ്സായിരുന്നു, പക്ഷെ എന്നിട്ട് പിന്നെ രണ്ടാമത് സേ എഴുതിയിട്ട് കണ്ടോ 40 അറൗണ്ട് മാർക്ക്. 17 30 ആയ കേസ്, 10 28 ആയ കേസ്. ഈ ഒരു പയ്യൻ 3ാമത്തെ തവണയാണ് നമ്മളെ കുറിച്ച് അറിഞ്ഞ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയത്. ആദ്യം അവനെ എഴുതി, വീണ്ടും എഴുതി, പക്ഷെ അപ്പോഴൊന്നും നമ്മളെ ബാച്ചിൽ ഇല്ല, നമ്മളെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. അങ്ങനെ 3ാമത്തെ തവണ നമ്മളെ കുറിച്ച് അറിഞ്ഞു. ആ ചാൻസിൽ അവന് മാത്സും ബയോളജിയും ക്ലിയർ ആയി. അതിപ്പം ഏത് സബ്ജക്ട് ആയിക്കോട്ടെ, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞ ഇതാണ്. ഇവരൊക്കെ 3ാമത്തെ തവണ നമ്മളെ കുറിച്ച് അറിഞ്ഞ് നമ്മുടെ ബാച്ചിൽ ഇത്തവണ ജോയിൻ ആയി. പ്ലസ് 1ന്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ പാസ്സായ കേസുകളാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പേടിക്കേണ്ട. 14 32 ആയ കേസുകൾ, അതുപോലെ തന്നെ ബി ഗ്രേഡിലോട്ട് വന്ന കേസുകൾ. ഇത് നമ്മുടെ ബാച്ചിൽ മിനിമം SLC-ലൊക്കെ 3 4 A+ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ എല്ലാവർക്കും കിട്ടുന്നതല്ലേ. അങ്ങനെ A+ ഉള്ള ഒരു പയ്യന് പോലും അവന്റെ സ്ട്രീമുകളുടെ സബ്ജക്റ്റുകളൊക്കെ കണ്ടോ അവന്റെ മാർക്കുകൾ. അപ്പൊ ഇത്തരത്തിൽ ആവറേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാർക്ക് കുറവുള്ളവർക്ക് പോലും മികച്ച മാർക്കിലോട്ട് എത്തിക്കാൻ നമ്മുടെ സേ ബാച്ചിൽ തന്നെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് പിന്നെ നമ്മുടെ സേ ബാച്ച് അല്ലെ, നമ്മുടെ ബാച്ചിന്റെ കാര്യമാണ്. അപ്പൊ സേ ബാച്ചിലെ കേസുകൾ നിങ്ങൾ കണ്ടല്ലോ, 5 മാർക്കും 6 മാർക്കും 14 അങ്ങനെ അട്ടപ്പടലം പൊട്ടി വന്നവർ പോലും അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കേസൊക്കെയാണ്. ഇവരൊക്കെ റിസൾട്ട് വന്നപ്പോൾ സാറേ ഇവരൊക്കെ അവസാനമാണ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയിട്ടുണ്ടായിരുന്നത്, എന്നിട്ട് പോലും 24 കിട്ടി. അപ്പൊ ഇവർ പറഞ്ഞു കുറച്ചുകൂടി നേരത്തെ ജോയിൻ ആയിരുന്നെങ്കിൽ നല്ല മാർക്ക് കിട്ടിയേനെ എന്ന് പറഞ്ഞു. അതുപോലെ 6 27 ഒത്തിരി കേസുകൾ, 6 32 ഒക്കെ ആയ കേസുകൾ. അപ്പൊ നിങ്ങളെ അതിനകത്ത് ഇനി നമ്മൾ എന്ത് ചെയ്യുക, അപ്പൊ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ആകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ ഈ ഒരു നമ്പർ 77 36 70 70 45 ഓൾറെഡി നമ്മുടെ ബാച്ചുകൾ അതിനകത്ത് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പൊ ഇംപ്രൂവ്മെന്റിനൊക്കെ വേണ്ടി പഠിക്കുന്നവർ, അതുപോലെ തന്നെ സേ എക്സാമിനും അതിനകത്ത് ഫെയിൽ ആകുമോ എന്നുള്ള രീതിയിൽ അതിനകത്ത് നേരത്തെ തന്നെ, കാരണം 2 സബ്ജക്റ്റ് ഒക്കെ 2 അതിൽ കൂടുതലോ സബ്ജക്റ്റ് ഒക്കെ ഫെയിൽ ആകാൻ സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പഠിച്ചു വെക്കുക. കാരണം ആ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ സേ എക്സാമിന് കുറഞ്ഞ ദിവസങ്ങളെ ഉണ്ടാവും. അപ്പൊ ആ സമയം കൊണ്ട് ഇതെല്ലാം പഠിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ റിസൾട്ട് വരുന്നതിന് മുന്നേ ഒരുങ്ങി നിൽക്കുക. ഇനിയിപ്പം റിസൾട്ട് വന്ന് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ട. പാസ്സായില്ലെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യുക, മുന്നോട്ട് പഠിക്കുക. അപ്പൊ പിന്നെ ടെൻഷൻ ആകേണ്ട ആവശ്യമില്ല. അപ്പൊ എന്തായാലും റിസൾട്ടുമായി അതിനെ സേ എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. അതിനകത്ത് ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതിന്റെ അപ്ഡേറ്റ് കാര്യങ്ങൾ, സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ പങ്കുവെക്കും. അപ്പൊ അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിലിട്ട് ജോയിൻ ആകാൻ മറക്കണ്ട. ഇനിയിപ്പം പലരും ചോദിക്കുന്ന ആ ചോദ്യത്തിലോട്ട് നമുക്ക് വരാം. ഡബിൾ വാല്യൂഷൻ അതിനകത്ത് മാർക്ക് കുറയുമോ എന്നുള്ളത്. അതെ, അതിനകത്ത് ഞാനൊരു കാര്യം പറയാം. നോക്കൂ നിങ്ങളെ, ഒരു സ്റ്റുഡന്റിനെ അതിനകത്ത് കിട്ടിയ മാർക്ക് 16 മാർക്കാണ്. പിന്നെ അവർക്ക് എന്ത് കിട്ടി, 18 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കും. അപ്പം ഇതിനകത്തെ ഒരാള് 16 മാർക്ക് ഇട്ടു, അടുത്ത ആള് 18 മാർക്ക്. അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പം ആദ്യം നോക്കിയ ആള് 16 മാർക്കാണ്. അപ്പൊ ഡബിൾ വാല്യൂഷൻ ഇല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയില്ലേ. പിന്നെ നോക്കിയ ആള് 18 ഇട്ടു. അപ്പൊ അങ്ങനെ വരുമ്പോഴല്ലേ അതിനകത്ത് പിന്നെ അതിന്റെ ആവറേജ് എടുക്കുക ചെയ്യാം. അപ്പൊ ഒരാളിപ്പം 16 മാർക്ക് ഇട്ടു, മറ്റൊരാൾ 22 മാർക്ക് ഇട്ടു എന്ന് വിചാരിക്കും. അപ്പം എന്ത് സംഭവിക്കും, അപ്പം ഇതിനകത്തെ അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ 19 മാർക്ക് ആവും, അങ്ങനെ പാസ്സാകും. അപ്പൊ ആദ്യത്തെ ആള് മാത്രമാണ് പേപ്പർ നോക്കിയത്, സിംഗിൾ വാല്യൂഷൻ ആണ്. അപ്പൊ ആദ്യത്തെ ആള് 16 ഇട്ടത്, പിന്നെ നോക്കിയ ആളാണ് 22 ഇട്ടത്. അപ്പൊ ആദ്യത്തെ ആള് 16 ഇട്ടു, അപ്പൊ ഫെയിൽ ആയില്ലേ. അയാൾ മാത്രമാണ് നോക്കിയിരുന്നെങ്കിൽ. ഈ രണ്ടാമത്തെ ആള് 22 ഇട്ടുകൊണ്ടല്ലേ പിന്നെ ആവറേജ് എടുത്തിട്ട് 19 കിട്ടി പാസ്സായത്. അപ്പൊ അങ്ങനെ ഒരുപാട് കേസുകൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഡബിൾ വാല്യൂഷൻ മാർക്ക് കുറയ്ക്കാനല്ല, ഡബിൾ വാല്യൂഷൻ എന്താണ്, കുറച്ചുകൂടി കൃത്യമാവും, നിങ്ങൾക്ക് കിട്ടേണ്ട മാർക്ക് കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പലരും 1 മാർക്കിനൊക്കെ ഫെയിൽ ആവുന്ന കേസുകൾ വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർ നോക്കുമ്പോൾ അതിനകത്ത് 14 ഇട്ടിട്ട്, ചിലർ നോക്കുമ്പോൾ 20 ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ 16 22 ആണെങ്കിൽ എത്ര വരുന്നുണ്ട്, 19 വരുന്നില്ലേ. 30 38 അപ്പൊ 19 വരുന്നുണ്ട്. 14 20 ഇട്ട കേസാണെങ്കിൽ നോക്കൂ നിങ്ങൾ, 20 34 അല്ലേ, അപ്പൊ 17 വരുള്ളൂ. അപ്പൊ 1 മാർക്കിന് അവിടെ ഫെയിൽ ആയി. അപ്പൊ ഇതിന്റെ ആവറേജ് എടുക്കുമ്പോൾ 14 20 34 34 17. അപ്പൊ 17 അതപ്പോ അതിനകത്ത് കണ്ടോ 1 മാർക്കിന് ഫെയിൽ ആയി. അപ്പൊ അങ്ങനെയാണ് ഇതിനകത്ത് ഈ 1 മാർക്കിനൊക്കെ ഫെയിൽ ആവുന്നതിന്റെ കാരണം എന്താണ്, ചിലർ 14 ഇടും, ചിലർ. അപ്പൊ നല്ല ഡിഫറൻസ് വരാറുണ്ട് വാല്യൂഷൻ. കൂടുതൽ ഡിഫറൻസ് വന്നാൽ പിന്നെ തേർഡ് വാല്യൂഷനിലോട്ട് പോകും. അപ്പൊ എനിവേ ഡബിൾ വാല്യൂഷൻ കൊണ്ട് മാർക്ക് കുറയില്ല, മനസ്സിലായില്ലേ. അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പം നിങ്ങളെ ചാൻസ് മാർക്ക് ഈ കേസുകളിലൊക്കെ കണ്ടില്ലേ, മാർക്ക് 10 ആള് നോക്കിയിരുന്നെങ്കിൽ തോറ്റേനെ.
രണ്ടാമത്തെ ആൾ നോക്കിയപ്പോൾ അതിനകത്ത് പാസ്സായി. അങ്ങനെ അതിനകത്ത് മാർക്ക് കുറയുന്ന കാര്യമില്ല, അതിനകത്ത് കുറച്ചുകൂടി കൃത്യത, നിങ്ങൾക്കുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടും ഡബിൾ വാല്യൂഷന്. അത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ അതൊന്നും പേടിക്കേണ്ട. എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടട്ടെ. ഇനിയിപ്പോ നമ്മുടെ ബാച്ച് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നമ്പർ ഞാൻ അതിനകത്ത് കമന്റ് ബോക്സിൽ വെക്കുന്നുണ്ട്. അപ്പൊ ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.